അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. KTH Jewelry, Silver, Gold and Diamond, KNS Building near Grameen Bank, Agambadam. നിലമ്പൂർ ഗവൺമെന്റ് ITIയിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഭക്ഷണം മുടങ്ങിയതിൽ അടിയന്തര നടപടികൾ മന്ത്രി സ്വീകരിക്കണമെന്ന് ITI ചെയർമാൻ ഷിനു പ്രവീൺ. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നും ചെയർമാൻ വ്യക്തമാക്കി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനു വേണ്ടി ആരംഭിച്ച മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ITIയിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്കാണ് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രിഭക്ഷണം തുടങ്ങിയവ നിലച്ചിട്ടുള്ളത്. വിദൂര പ്രദേശങ്ങളിൽ നിന്ന് പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിലെ നിരവധി വിദ്യാർത്ഥികളാണ് ഈ ITIകളിൽ പഠിക്കുന്നത്. പലരും ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിക്കുന്നത്. ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഒരു ഭക്ഷണവും ലഭിക്കുന്നില്ല. സാധാരണഗതിയിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ജൂലൈ മാസത്തിൽ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ധനാനുമതി ITIകളിൽ എത്താറുണ്ട്. പക്ഷേ ഇത്തവണ ധനാനുമതി എത്തിയിട്ടില്ല. നിലവിൽ വിദ്യാർത്ഥികൾക്ക്, അത് ITIയിലെ വിദ്യാർത്ഥികളുടെ റിസർവേഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മളെ ഗവൺമെന്റ് ITI നിലമ്പൂർ. ഇപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് ക്ലാസ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ഫുഡ് കൊടുക്കാനുള്ള ഓർഡറുകൾ വരാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം മുതൽ ആദ്യമായിട്ടാണ് ITI ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഇത് നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ 50ഓളം ബോയ്സും 17ഓളം പെൺകുട്ടികളുമാണ് ഇപ്പോൾ നിലവിൽ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ആ കുട്ടികളുടെ കാര്യമാണ് ഒരു അതിദാരുണമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് 3 നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസ വരെ കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. അതിനു പുറമെ ഇപ്പൊ നിലവിൽ ഇവിടെ ഒരു സജ്ജീകരണം ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് ഓഫ് കൊടുത്തിക്കാണ്. നിലവിൽ ഇവിടെ ക്യാമ്പസിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് വന്നു പോകാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഓഫ് കൊടുത്തിക്കാണ്. അപ്പൊ നിലവിൽ ഇവിടെ ക്ലാസ് നടന്നുകൊണ്ട് പോകുമ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെ, അവകാശം തന്നെ നിഷേധിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കയ്യിൽ ആ ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് വിദ്യാർത്ഥികളോട് വരണ്ട എന്ന് വരുന്നത്. ഒരു ദിവസം രാവിലത്തെ ഒരു ഭക്ഷണം തന്നെ 40-50 രൂപയോളം വരുന്നുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ കുറഞ്ഞത് ഒരു 80-70 രൂപയാണ് ഈ പരിസരത്ത് എങ്ങാനുള്ളത്. കാരണം ഇത് തേക്ക് മ്യൂസിയത്തിന്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക റേറ്റ് ആണ്, ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ആകെ കിട്ടുന്നത് 1 മണി മുതൽ 12 മണി മുതൽ 12 വരെയുള്ള ഒരു ഹാഫ് ലീവാണ്, ഓഫാണ്. ആ ടൈമിൽ ഇവിടെ നിന്നും പോയി ഭക്ഷണം കഴിച്ചു വരാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. മൊത്തത്തിൽ പറഞ്ഞ വിദ്യാർത്ഥികളോട് എന്തിനാണ് ഈ ഗവൺമെന്റ് ഈ ക്രൂരത കാണിക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ തൊഴിൽ വകുപ്പുണ്ട്, മന്ത്രി ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടെത്തില്ല. ഒരു 10-ാം തീയതി ആകുമ്പോൾ ക്ലാസ് തുറക്കുന്നില്ലത് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ കാര്യമാണ്. അതിനു മുന്നേ ഒരു ഓർഡർ തരാൻ അവർക്ക് എന്താണ് ഇത്ര പ്രയാസം, ഈ വിദ്യാർത്ഥികളോട് എന്തിനാണ് ഇത്ര ക്രൂരത എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അർദ്ധപട്ടിണി ആയതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ പഠിപ്പ് മുടക്കിയിട്ട് അവർ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് ഇവിടെ വന്ന് പോവാലോ. ഒരു കയ്യിൽ നിന്ന് പൈസ എടുത്താണ്ട് ഭക്ഷണം വാങ്ങാൻ 3 നേരം ഭക്ഷണം കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വന്ന് ഇവിടെ പഠിക്കാം. ഇതിപ്പോ വയനാട്, കോഴിക്കോട് പകുതി മുക്കാൽ കുട്ടികളും വരുന്നത് വയനാട് പ്രദേശങ്ങളിൽ നിന്നാണ്. ആ കുട്ടികളൊക്കെ ഇപ്പൊ വീട്ടിലാണ് നിൽക്കുന്നത്. പഠിപ്പില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അവര് ക്ലാസ്സിന് വരാതെ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. തികഞ്ഞ അനാസ്ഥയാണ്. ഞങ്ങളിപ്പോൾ നിലവിൽ അന്വേഷിച്ച പ്രകാരം ക്ലാസ്സുകൾ തുടങ്ങുന്നതിന്റെ ഡേറ്റ് തീരുമാനിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഡയറക്ടറേറ്റിൽ നിന്നും തൊഴിൽ വകുപ്പിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ചെന്നിട്ടുണ്ട്. ആ തൊഴിൽ വകുപ്പ് ആ ഫയലുകൾ ധനകാര്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും തൊഴിൽ വകുപ്പിൽ വന്നാണ്ട് ഇപ്പൊ തൊഴിൽ വകുപ്പിന്റെ ടേബിളിലാണ് ഈ ഫയൽ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇതുമായി നടപടി എടുക്കാത്തതെന്ന് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ. നിലവിൽ ഇനി ഫുഡിന്റെ കാര്യം എന്താണെന്ന് പോലും ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിട്ടില്ല. ഇനിയിപ്പോ വരികയാണെങ്കിൽ തന്നെ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് ഓർഡർ വരികയാണെങ്കിൽ തന്നെ അത് നിലനിൽക്കുമോ ഇല്ലയോ എന്ന് പോലും കുട്ടിയുടെ ആശങ്കയാണ്. സ്കിൽ ആൻഡ് ലേബർ വകുപ്പിന് കീഴിലാണ് ITIകൾ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നുള്ള ഫയലുകൾ ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടക്കുകയാണ്. നിലമ്പൂർ ITIയിൽ SC വിഭാഗത്തിൽ നിന്ന് 57 പേരും ST വിഭാഗത്തിൽ നിന്ന് 47 പേരുമാണ് പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികൾ വലിയ പ്രയാസമാണ് നേരിടുന്നത്. ഹോസ്റ്റലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ലഭിക്കാത്തത് കാരണം ക്ലാസുകൾ അവധി നൽകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. A+ വിഷൻ, നിലമ്പൂർ. നിലമ്പൂർ അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൈനിറിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നേടൂ. 1000 രൂപയുടെ ഓരോ പർച്ചേസിനും 500 രൂപ വില വരുന്ന ഫുഡ് കണ്ടെയ്നർ സമ്മാനം. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും 700 രൂപ വില വരുന്ന ഇന്നർ സ്റ്റീൽ കാസറോൾ സമ്മാനം. 4000 രൂപയുടെ ഓരോ പർച്ചേസിനും 1000 രൂപ വില വരുന്ന ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം. 5000 രൂപയുടെ ഓരോ പർച്ചേസിനും 1200 രൂപ വില വരുന്ന ട്രക്കിംഗ് ബാഗ് സമ്മാനം. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള വിലകളിൽ ട്രെൻഡിംഗ് ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ അറ്റ്ലസിൽ നിന്നും ഇപ്പോൾ ലാഭത്തിൽ സ്വന്തമാക്കാം.
ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ.